Hello everyone, welcome to iPlus Training Solution. iPlus Training Solutionsന്റെ ഭാഗമായിട്ടുള്ള നെറ്റ് ഇംഗ്ലീഷിന്റെ ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. സോ നമ്മുടെ ടോപ്പിക്സ് അതുപോലെ തന്നെ PYQ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഓക്കെ, PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഒപ്പം തന്നെ സിലബസിന്റെ ഒരു അനാലിസിസ്, ഒപ്പം തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാറ്റേണിൽ നമുക്ക് എക്സാം വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ജേർണി നടത്തണം. അപ്പം റെഗുലർ ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും നിങ്ങൾ വരാൻ റെഡി ആണെങ്കിൽ നെറ്റ് ഷുവർ ആണ്. റെഡിയാണോ? അതിന് ഒരു ക്ലാസ് മിസ്സാക്കാതെ എത്തുവോ? 1 hour ഉള്ളൂ. വലിയ ഡ്യൂറേഷൻ ഒന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല, ജസ്റ്റ് 1 hour. ഓക്കെ, ആ 1 hour എല്ലാവരും റെഗുലർ ആയിട്ട് എത്തുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമുക്കിപ്പം ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 2 തരത്തിലായിരിക്കും ആൾക്കാർ നമ്മളെ സമീപിക്കുന്നത്. someone will tell you it's better to leave away. നിങ്ങളെ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കും. ആൻഡ് someone will always boost you. ഓക്കെ, അപ്പൊ ഈ ബൂസ്റ്റ് ചെയ്യുന്നവരുടെ സൈഡ് മാത്രം നിങ്ങൾ കേൾക്കാനായിട്ട് നിൽക്കുക. കാരണം നമുക്കറിയാം ഇനിയുള്ള നെറ്റ് പരീക്ഷയുടെ ഒക്കെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഓക്കെ, ഫിസിക്സ് അടക്കമുള്ള പരീക്ഷകൾക്കൊക്കെ തന്നെ കൊളീജിയേറ്റ് വിളിച്ചത് കണ്ടായിരുന്നോ? PSC കൊളീജിയേറ്റ് പരീക്ഷ വിളിച്ചിട്ടുണ്ട്. അതായത് കോളേജ് ലെവൽ അധ്യാപകരാവാനുള്ള പരീക്ഷയാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്താണ് അടിസ്ഥാന യോഗ്യതയായിട്ട് വേണ്ടത്? എന്താ വേണ്ടത്? അടിസ്ഥാന യോഗ്യതയായിട്ട് നിങ്ങളെ നോക്കിയൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ സ്ക്രീനിലുണ്ടല്ലേ, അതിലേക്കൊക്കെ നമുക്ക് പോവാം. അതിന് മുന്നേ ആയിട്ടൊന്ന് പറഞ്ഞേ, എന്താണ് നമുക്ക് ഈ കൊളീജിയേറ്റ് പരീക്ഷ എഴുതാനുള്ള? അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. എല്ലാവരുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ ഫേം ആയിട്ടുള്ള, അതുപോലെ തന്നെ എന്നും ഉറപ്പുള്ള ഒരു ജോലി ആയിരിക്കും നമ്മുടെ ഒക്കെ ലക്ഷ്യം. അതിനായിരിക്കുമല്ലോ നമ്മൾ കൂടുതലായിട്ടും ഈ ഗവൺമെന്റ് എക്സാംസിന്, ഗവൺമെന്റ് സെക്ടറിലേക്കുള്ള എക്സാംസിന് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. കൊളീജിയേറ്റ് പരീക്ഷ എഴുതാനായിട്ട് വേണ്ട യോഗ്യത എന്താ? നെറ്റ് വേണം. വെരി ഗുഡ് ആവണി, എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. അപ്പൊ ഫസ്റ്റ് ക്ലാസ് മുതൽ ത്രൂ ഔട്ട് നമ്മുടെ വൈൻഡിങ് അപ്പ് സെഷൻ വരുന്ന ലാസ്റ്റ് ക്ലാസ്, അതായത് പരീക്ഷയ്ക്ക് ഒക്കെ അവസാനമുള്ള ക്ലാസ് വരെ, അവസാനം ഒരു മാരത്തോണോട് കൂടിയൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പൊ അതുവരെ ത്രൂ ഔട്ട് റെസ്പോൺസ് വേണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ശരിയെന്നോ തെറ്റെന്നോ ഒക്കെ തോന്നുന്ന കാര്യങ്ങൾ പറയാം, ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഇനി ഒരു ഫാമിലിയാ. ഓക്കെ, അതായത് ഇനി അത് നിങ്ങൾക്ക് മനസ്സിലാവും. മുന്നോട്ടാകുമ്പോൾ ഈ പറയുന്ന കമന്റ്സിൽ ആൻസേഴ്സ് പറയുന്നവരൊക്കെ നമ്മുടെ തൊട്ടടുത്തിരുന്ന് പഠിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ട് മാറും. ഓക്കെ, അപ്പം നമുക്ക് നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് കൊളീജിയേറ്റിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് കേട്ടോ. നെറ്റ് ക്രാക്ക് ചെയ്തവർക്കാണ് കൊളീജിയേറ്റ് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ തന്നെ സാധിക്കുന്നത്. അതായത് ഇപ്പം എന്താണ്, PSC നടത്തുന്ന LP പരീക്ഷയാണെങ്കിൽ കാറ്റഗറി 1 വേണം, UP പരീക്ഷയാണെങ്കിൽ കാറ്റഗറി 2 കേറ്റിട്ട് വേണം, ഹൈസ്കൂൾ അധ്യാപകരാവാൻ കാറ്റഗറി 3 വേണം. അതുപോലെ തന്നെ നമുക്ക് ഹയർ സെക്കൻഡറി അധ്യാപകരാവാനായിട്ട് സെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമായിരിക്കും ആ പരീക്ഷ എഴുതാൻ തന്നെ നമുക്ക് സാധിക്കുന്നത്, അല്ലെ? അതുപോലെ കൊളീജിയേറ്റ് എഴുതാനായിട്ടുള്ള ഒരു ചവിട്ടുപടിയാണ് നമ്മുടെ നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ JRF, അതായത് നമ്മുടെ ഡോക്ടറേറ്റ് ഒക്കെ സ്വപ്നം കാണുന്നവർക്ക് മുന്നിലുള്ള ഏറ്റവും സുവർണമായിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മുടെ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആസ്പെക്ട്സ് മാത്രം കാണുക. കുറച്ചു നാളായി, ഒരുപാടായി ഇപ്പൊ കൊളീജിയേറ്റ് വിളിച്ചിട്ട്, അല്ലെ? അപ്പൊ നമ്മുടെ ഈ പരീക്ഷയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ബാക്കി സബ്ജക്ട്സിന്റെ ഒക്കെ കൊളീജിയേറ്റ് വിളിക്കുന്നത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്ട്സിന്റെയും കൊളീജിയേറ്റ് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാവുന്ന സാധ്യതയുള്ള ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും നല്ലതായിട്ട് തയ്യാറെടുക്കുക. ഇപ്പൊ PG പഠിക്കുന്ന കൂട്ടുകാരൊന്ന് തംസ് ഇടാവോ? ഇപ്പൊ PG പഠിച്ചുകൊണ്ടിരിക്കുന്നവര്? ആവണിയുണ്ട്. പിന്നെ ഓക്കെ, 2-3 പേര് തംസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഫൈൻ. ഓക്കെ, അപ്പോഴേ അമൃതേ, നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ചും കൂടെ, നിങ്ങൾ ഈ സബ്ജക്ട് ഫീൽഡിൽ നിൽക്കുന്നുണ്ടോ? ബാക്കിയുള്ളവരൊന്നും വിഷമിക്കല്ലേ, നമ്മൾ ബേസ് മുതലാണ് പഠിക്കുന്നത് കേട്ടോ. നമ്മുടെ കൂടെ ഇപ്പം ടോപ്പിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം ക്ലാസ്സിലും അവർ ഇത് തന്നെ ആയിരിക്കും കേൾക്കുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട്. 1 hour നമ്മുടെ ആഴ്ചയിൽ 3 ദിവസമായിരിക്കും ലൈവ് ക്ലാസ് വരുന്നത്. 1 hour നമ്മുടെ കൂടെ വരുന്ന സമയത്ത് അവർക്ക് വീണ്ടും അത് തന്നെ കേൾക്കാൻ പറ്റും, പെട്ടെന്ന് കണക്ട് ആവും. എന്നാൽ കുറച്ച് ഗ്യാപ്പ് ഒക്കെ എടുത്തവരും ഉണ്ടായിരിക്കും, ശരിയല്ലേ? നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും അങ്ങനെ ഒരു മിക്സ് ഓഫ് സ്റ്റുഡൻസ് ആണ് നമുക്കുള്ളത്. പല ഏജ് ബാറിലുള്ള പല റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് കൂടെ എപ്പോഴും ഉള്ളത് നെറ്റ് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, സോ അവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ബേസ് മുതൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് നാളുള്ള ആ ഒരു വലിയ ഏജ്, എന്താ പറയാ, ഒരു വലിയൊരു ടൈം ഗ്യാപ്പ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇപ്പൊ PG കഴിഞ്ഞ് 5 വർഷം ആയവര്, 6 വർഷം ആയവരൊക്കെ ഉണ്ടായിരിക്കും. ഡിസ്റ്റന്റ് ആയിട്ട് PG എടുത്തവരുണ്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ കറക്റ്റ് കോളേജിൽ എത്തി പഠിച്ച ഒരു എന്താ പറയാ, ഒരു തെറോ നോളജ് ചിലപ്പോൾ ഉണ്ടായിരിക്കത്തില്ല. പെട്ടെന്ന് അവര് മെസ്സി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുത്തിട്ട് PG ഒക്കെ എടുത്തവരായിരിക്കും, അവരുടെ ആ ഒരു സിറ്റുവേഷൻ കാരണം. അപ്പൊ അങ്ങനെയൊന്നുള്ള ഒരു പ്രശ്നവുമില്ല. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ഒരു കോൺഫിഡൻസോടുകൂടിയാണോ ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നത്?
എന്നും പഠിക്കണം കേട്ടോ. ആഴ്ചയിൽ 3 ദിവസമേ നമുക്ക് ക്ലാസ് വരുന്നുള്ളൂ, എന്നാലും നിങ്ങൾ എന്നും പഠിക്കാനായിട്ട് ശ്രമിക്കണം, എന്നും കേട്ടോ, കൺസിസ്റ്റന്റ് ആയിട്ട്. ഇപ്പം എന്നും ഇപ്പൊ തുടക്കമായതുകൊണ്ട് ഞാൻ പറയാം, 1 hour ദിവസം ഒന്ന് പഠിച്ചേ. രാവിലെ 1 hour, വൈകിട്ട് 1 hour. രാവിലെ 1 hour നിങ്ങൾ പേപ്പർ 1 കൊടുത്തോ, വൈകിട്ടുള്ള 1 hour അല്ലെ നിങ്ങളുടെ സമയം. ഓക്കെ, 1 മണിക്കൂർ ഈ പേപ്പർ 2 ഒന്ന് കൊടുത്തു നോക്കി PYQ ചെയ്യാനായിട്ട്. PYQ ഒരു ദിവസം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ചെയ്താൽ മതി. അത് കൂടുതലൊന്നും ചെയ്യാൻ പറയുന്നില്ല. 5 മണിക്കൂർ 6 മണിക്കൂർ ഒന്നും പഠിക്കാൻ പറയുന്നില്ല. എന്നും പഠിക്കാമെങ്കിൽ ഈ 2 മണിക്കൂർ തന്നെ ധാരാളമാണ്. കാരണം നമ്മുടെ പരീക്ഷ അടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എത്ര മണിക്കൂറുകൾ നമുക്ക് കിട്ടും അല്ലെ, ഒരു ബേർഡൻ ഫീൽ ചെയ്യത്തുമില്ല. പിന്നെ എപ്പോഴും നമുക്ക് ഒരു 2-3 നോട്ട്ബുക്ക് ഒക്കെ, നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത്, കൊച്ചു കുട്ടികളുടെ ബുക്ക് കണ്ടിട്ടില്ലേ, കളർഫുൾ ആയിട്ടുള്ള ബുക്ക്, അങ്ങനെയുള്ള സ്ക്രാപ്പ് ബുക്ക് ടൈപ്പോ, നിങ്ങൾക്ക് എന്താണോ പ്രിഫർ ആയിട്ട് തോന്നുന്നത് അത് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ന്യൂസ് പേപ്പർ ബുക്കിൽ എഴുതി പഠിക്കണം, നോട്ട് ബുക്കിൽ എഴുതി പഠിക്കണം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളാണ് അവിടെ പ്രിഫർ ചെയ്യുന്നത് അല്ലെ, നിങ്ങളുടെ പ്രിഫറൻസിന് പ്രാധാന്യം കൊടുത്താൽ മതി. അതായത് നമ്മൾ ഓൺലൈനായിട്ട് 1-to-1 ഇന്ററാക്ഷനിൽ തന്നെ പഠിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞാണ്, നമ്മുടെ ഈ എന്താ പറയാ റബ്ബർ ടൈപ്പ് കിട്ടുമല്ലോ ഇപ്പം, ഇപ്പം കുട്ടികളുടെയൊക്കെ കോപ്പി ബുക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അധ്യാപകർ ചെയ്യുന്നതാണ്. എന്താ പറയാ, അവരുടെ ഏറ്റവും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു ഇമോജിയോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ബുക്ക് എത്രയും കളർഫുൾ ആകാം, നിങ്ങൾ അത് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നെറ്റിന് പഠിക്കുമ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ബുക്ക് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഓഫ്ലൈൻ ബാച്ചിൽ നമ്മൾ പറയുന്നത് 2-3 ബുക്കുകൾ മാത്രം, മാക്സിമം പോയാൽ 3 നോട്ട്ബുക്ക്, അതൊക്കെ ഇംഗ്ലീഷിനാവാറുള്ളൂ. കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നേരെ അങ്ങോട്ട് യൂണിറ്റിൽ പോകുന്നതിലും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഏജ് വൈസ് ലിറ്ററേച്ചർ ഒക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം അങ്ങോട്ട് കാലെടുത്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണോ? ദിവസവും വരുമോ ക്ലാസ്സിന്? വരും. ഓക്കെ, വലിയൊരു എന്താ പറയാ മോട്ടിവേഷൻ സെഷൻ ഒന്നും അല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1-to-1 ഇന്ററാക്ഷൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ. പിന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താ പറയാ, ഒരു സൂപ്പർ ഹ്യൂമൻ പവർ ഒന്നും എടുക്കാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള എനർജി മതി, നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള സമയം മതി. ഓക്കെ, അധികമായിട്ട് ഒന്നും വേണ്ട. ഞാൻ നിങ്ങളോട് നെറ്റ് അല്ലെ GRF ക്രാക്ക് ചെയ്തതിന് ശേഷം സംസാരിക്കുമ്പോൾ എന്താ പറയാ, സാധാരണ ഒരാളാണ്. ആ സാധാരണ ഒരാൾക്ക് സാധിക്കുന്ന നിങ്ങൾക്കൊക്കെ സാധിക്കുന്ന കാര്യമാണ് അല്ലെ. സാധാരണമായിട്ട് ആരും ഒന്നും നേടിയെടുക്കത്തൊന്നുമില്ല. നമ്മളെല്ലാം സാധാരണമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ അങ്ങ് മുന്നോട്ട് പോയാൽ മതി, കാര്യങ്ങൾ എളുപ്പമാണ്. ഓക്കെ, പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നെറ്റ് പരീക്ഷയ്ക്ക് കിട്ടിയിരുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്രിറ്റിസിസംസ് ആയിരുന്നു കടിച്ചാൽ പൊട്ടാത്ത ചോദ്യങ്ങൾ. നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും ക്രിറ്റിസിസം സൈഡിൽ അല്ലെ. ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ക്രിറ്റിസിസം അല്ല, നെഗറ്റീവ് ക്രിറ്റിസിസം ആയിട്ട് പൊതുവെ സ്റ്റുഡൻസ് പറയുന്ന കാര്യമാണ്. എന്നാൽ അതൊക്കെ ഇപ്പൊ ഒന്ന് മാറിയിട്ടുണ്ട്. ഇത്തവണത്തെ നമ്മുടെ പരീക്ഷയുടെ ഒരു റിവ്യൂ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഓക്കെ, ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചലഞ്ച് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞൊരു ചെറിയ റിവ്യൂ ഞാൻ തന്നെ ചെയ്തത് ഒരു 5 minutes 10 minutes എങ്ങാണ്ടേ ഉള്ളൂ. യൂട്യൂബിൽ നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് മാച്ചപ്പ് ചോദ്യങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കണ്ടില്ലേ, ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്നൊക്കെയുള്ള ടൈപ്പിലെ ചോദ്യങ്ങൾ വരുന്നത്. ആ ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലായിട്ട് ഫീൽ ചെയ്തില്ലേ? ആ ചോദ്യങ്ങളുടെ എണ്ണം കുറച്ച് കൂടുതലല്ലേ? അതായത് ഒരു 10-12 ചോദ്യങ്ങളൊക്കെ. ഈ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നോ? അനാലിസിസ് ഒക്കെ നമുക്ക് തന്നെ ഇപ്പൊ വരും. ഓക്കെ, അവണി, അർച്ചന, ഓക്കെ ശരി. അപ്പോഴേ മാക്സിമം എല്ലാവരും നിങ്ങളുടെ ആ ഒരു എന്താ പറയാ അക്കൗണ്ട് നെയിംസ് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇപ്പൊ എല്ലാവരും അക്കൗണ്ട് നെയിംസ് ആ കൊടുത്തിട്ടുള്ളത്, കൊടുത്തില്ല എന്നല്ല. കാരണം അങ്ങനെയാണെങ്കിലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ പേര് തന്നെ വിളിക്കാൻ പറ്റും. വിഷ്ണുപ്രിയ, സ്നേഹ, സാബു, ഷിഫ, പൂജ, മുബി സലീം. ഓക്കെ, അപ്പം ആവണി, അർച്ചന, അമൃത, ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത് അല്ലെ. അപ്പം എന്താ പറയാ, നിങ്ങൾക്ക് വളരെ കൃത്യം ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, 10 മിനിറ്റിൽ ഒരു 10 വട്ടം ഞാൻ പറഞ്ഞതാണ് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. അത് നെറ്റ് പരീക്ഷയുടെ അവസാനം നെറ്റ് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ആ വേർഡിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും. ഓക്കെ, അപ്പം സിലബസിൽ എത്ര യൂണിറ്റ് ഉണ്ട് കൂട്ടുകാരെ? നെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസിൽ എത്ര യൂണിറ്റ് ഉണ്ട്? എത്ര യൂണിറ്റ് ഉണ്ട്? 10. ഓക്കെ, 10 കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? 10 കുറവാണോ? അല്ല, നല്ലൊരു നമ്പർ തന്നെ 10 അല്ലെ. ഈ 10 യൂണിറ്റ് ഓക്കെ മുബി, ഓക്കെ സ്നേഹ, 10 യൂണിറ്റ് എങ്ങനെ അവര് കൊടുത്തേക്കുന്നേ? നെറ്റിന്റെ സിലബസിന്റെ മൊത്തം ഫോട്ടോ കോപ്പി ഒറ്റ പേജിൽ എടുക്കാം, ശരിയല്ലേ? ഒറ്റ പേജ് പോരെ? അല്ലെ 2 മിനിറ്റ് പോരെ സിലബസ് എഴുതി എടുക്കാൻ? പോരായോ? അവര് വളരെ ലിമിറ്റഡ് ആയിട്ട്, മീൻസ് എന്താ പറയാ, പേരുകൾ ഭയങ്കര ലിമിറ്റഡ്. എന്നിട്ട് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് പഠിച്ചോളാനാ പറയുന്നത് അല്ലെ. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡ്രാമ എന്ന് പറയുന്ന ഒരു യൂണിറ്റാ, ശരിയല്ലേ? ഡ്രാമയല്ലേ ഫസ്റ്റ് യൂണിറ്റ്? ഡ്രാമ
പൊതുവെ കുട്ടികൾക്ക് ഡൗട്ടാ ഡ്രാമയാണോ പോയട്രി ആണോ ആദ്യം എന്ന്. കാരണം നമ്മൾ എവിടെയോ കേട്ട് വെച്ചിട്ടുണ്ട് പോയട്രി ഇസ് ദ മദർ അല്ലെ. സോ ഡ്രാമയാണ് ആദ്യം വരുന്നത്, പിന്നെ പോയട്രി വരുന്നുണ്ട്. ഞാൻ ഇതെന്റെ മൈൻഡിൽ നിന്നാ പറയുന്നത് കേട്ടോ, ഇങ്ങ് നോക്കി പറയാല്ല. കാരണം അത്രേ ഉള്ളൂ എന്ന് ഓർത്തോണം. ഒരാൾക്ക് ഓർത്തെടുത്തൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയാൻ പറ്റുന്ന അത്രേ ഉള്ളൂ നെറ്റിന്റെ സിലബസ്. ഡ്രാമ, പോയട്രി, ഫിക്ഷൻ, പിന്നെ നമുക്ക് നോൺ ഫിക്ഷനും കുറച്ച് ചെറുകഥകളും ഷോർട്ട് സ്റ്റോറി വരുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കുറച്ച് ലിംഗ്വിസ്റ്റിക് സൈഡാണ് 5ാം യൂണിറ്റ്. 6 വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ആണ്. 7 വരുമ്പം നമ്മുടെ കൾച്ചറൽ സ്റ്റഡീസും, 8 ലിറ്ററി ക്രിറ്റിസിസവും, 9 ലിറ്ററി തിയറി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡും, 10 നമ്മുടെ സ്വന്തം ഇംഗ്ലീഷ് റിസർച്ചും. കഴിഞ്ഞു. 1 മിനിറ്റ് എടുത്തെന്ന് തോന്നുന്നു ഞാൻ ഇത്രയും പറയാൻ. അത്രേ ഉള്ളൂ. എന്നാ പഠിത്തം അത്ര എളുപ്പമാണോ? ഈ സിലബസ് പറഞ്ഞു തീർത്ത പോലെ പഠിച്ചു തീർക്കാൻ പറ്റുമോ? പറ്റാഴികയൊന്നുമില്ല. ഡ്രാമ എന്ന് പറയുമ്പോഴേ എങ്ങനെയാ ഡ്രാമ? ജസ്റ്റ് ഡ്രാമ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പണ്ടൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനും സെക്കൻഡ് അറ്റംപ്റ്റിൽ എഴുതിയെടുത്തതുകൊണ്ട് ഞാൻ പറയാം, ഫസ്റ്റ് അറ്റംപ്റ്റിൽ പറ്റിയ അബദ്ധങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ എപ്പോഴും നമുക്ക് നമ്മൾ അങ്ങനെ നേടി ഇങ്ങനെ നേടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കുട്ടികളോടൊന്ന് ഷെയർ ചെയ്യണം അല്ലെ. അതാകുമ്പോൾ അത് അവർക്ക് പറ്റില്ലല്ലോ. സോ ഡ്രാമ എന്ന് കേട്ടപ്പോ തന്നെ ഡ്രാമയെ കുറിച്ച് നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്. അരിസ്റ്റോട്ടിൽ വന്ന് പറയുന്നു, അടുത്ത ആള് വന്ന് പറയുന്നു, ഡെഫിനിഷനോടെ ഡെഫിനിഷൻ. ഇതെല്ലാം എടുത്തങ്ങ് പഠിച്ചു. എനിക്ക് പറ്റിയ പ്രശ്നം ഞാൻ പറഞ്ഞു, ഡ്രാമയാണ് ആദ്യത്തെ യൂണിറ്റ് എന്ന് കേട്ടപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്ത് ചെയ്തു, ഇത് മൊത്തം എടുത്തങ്ങ് പഠിച്ചു. ഡ്രാമ അത് നിങ്ങൾക്ക് പറ്റരുത് അബദ്ധം. ഓക്കെ, ഡ്രാമയെ കുറിച്ചുള്ള സകലരും പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ, ഇന്ത്യക്കാർ പറഞ്ഞത്, പുറം രാജ്യക്കാർ പറഞ്ഞത് ഒന്നും കളഞ്ഞില്ല, എല്ലാം ഇങ്ങ് എടുത്തോണ്ട് പോകും അല്ലെ. ഓക്കെ, പിന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ മനസ്സിലായി ഡ്രാമയെ കുറിച്ചും ഡ്രാമാറ്റിസ്റ്റിന്റെ ബയോഗ്രഫിയോ അല്ലെങ്കിൽ ഡ്രാമാറ്റിസ്റ്റ് എവിടുത്തുകാരനാണെന്നുള്ളതോ അല്ലെങ്കിൽ അയാൾ എഴുതിയ ഡ്രാമയുടെ പേരോ ഒന്നും അല്ല ചോദ്യം വരുന്നത്. ഡ്രാമയിലെ ക്യാരക്ടേഴ്സ്, ഡ്രാമ ആദ്യമായി പ്രീമിയർ ചെയ്ത വർഷം, ഡ്രാമയ്ക്ക് എത്ര ആക്റ്റും സീനും ഉണ്ട്, ഡ്രാമയിലെ ഇന്ന കഥാപാത്രം പറഞ്ഞ ഡയലോഗ്, ഈ ആംഗിളിലാണ് ഡ്രാമയിൽ നിന്ന് ചോദ്യം വരുന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ആ ഫസ്റ്റ് നെറ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന സമയം വേണ്ടി വന്നു. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസിലോ കോച്ചിങ്ങിലോ അല്ല, സ്വന്തമായിട്ട് നമുക്കുള്ള ഫസ്റ്റ് സെൽഫ് കോൺഫിഡൻസിൽ പോയി. കാരണം PG ടൈമാണ്, മാക്സിമം കാര്യങ്ങൾ അങ്ങനെ പഠിച്ചങ്ങ് പോയി. പക്ഷെ അപ്പോഴും ചോദ്യമായിട്ട് ഒരു ഫെമിലിയാരിറ്റി ഇല്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞപ്പോ തന്നെ, ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടാഞ്ഞപ്പോ തന്നെ നമുക്ക് നിരാശയായല്ലോ. സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അറ്റംപ്റ്റ് കൂടെ ഉള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് എഴുതിയ അറ്റംപ്റ്റ്. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് പോസിബിൾ ഫോർ മീ. ഓക്കെ, അപ്പൊ സെക്കൻഡ് അറ്റംപ്റ്റ് വന്ന സമയത്ത് വന്ന മാറ്റങ്ങൾ, ഈ ഡെഫിനിഷൻ ഒന്നും പഠിക്കുന്ന രീതി അങ്ങ് അവിടെ നിർത്തി. ഡെഫിനിഷൻ കാണാതെ പഠിക്കാൻ നമ്മളോട് അവിടെ ആരും റിവിഷൻ ഒന്നും നടത്തുന്നില്ല, നമ്മളോട് അവിടെ ആരും ഒന്നും ചോദിക്കുന്നില്ല. ആകെ നമ്മുടെ മുന്നിൽ ഒരു ടെസ്റ്റ് ചെയ്യാനിരിക്കുന്ന കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ തിങ്കിങ് വൈഡായി. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഇമോജി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചിരിക്കുന്ന ഇമോജി നിങ്ങൾക്ക് ചിരിയാ വരുന്നെങ്കിൽ ചിരിച്ചോ, ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് നമുക്ക് അങ്ങ് മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ കാര്യങ്ങളെ നമ്മൾ റെഗുലേറ്റ് ചെയ്തെടുത്തു. പോയിട്രിയെ കുറിച്ച് വന്നപ്പോഴും ഇങ്ങനെ പോയിട്രിയെ കുറിച്ച് ഡെഫിനിഷൻ വേൾഡ്സ്വർത്ത് പറയുന്നു, പോയിട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് അല്ലെ. അത് വേണ്ട എന്നല്ല. അടുത്ത ആള് വന്നിട്ട് പറയുന്നു വീണ്ടും ഡെഫിനിഷൻ അല്ലെ. നമ്മുടെ പ്ലേറ്റോ വന്നിട്ട് പറയുന്നു പോയിറ്റ്സ് ഒക്കെ തന്നെ റിയാലിറ്റിയിൽ നിന്ന് ഫാർ അവേ ആണെന്ന്. അങ്ങനെ ആകെ പാടെ പോയിട്രിയും ഡെഫിനിഷനും പോയറ്റ്സും ഇങ്ങനെ വരുന്നു. പിന്നെയാണ് മനസ്സിലായത് പോയിട്രിയിൽ നിന്ന് മാച്ചപ്പ് ചോദ്യങ്ങളാ ചോദിക്കുന്നതെന്ന്. അതിനും പരീക്ഷ വരെ കാത്തിരിക്കേണ്ടി വന്നു അല്ലെ. ഈ സമയത്തൊക്കെ പറ്റുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഴയകാല ചോദ്യങ്ങളുമായിട്ട് ഒരു ധാരണയില്ല. പഴയകാല ചോദ്യം എവിടുന്നാ എങ്ങനാ ഇതൊന്നും നോക്കാത്തത് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാ നമ്മൾ ഈ നേരിട്ടത്. ഓക്കെ, പഴയകാല ചോദ്യങ്ങൾ എങ്ങനെയാണ് എവിടുന്നാണെന്ന് നോക്കുകയും കാണുകയും ചെയ്യാതെ പോയതിന്റെ പ്രശ്നമാണ് ആദ്യമായി പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ നമ്മൾ നേരിടുന്നത്. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുന്നവരൊന്ന് തംസിടാവോ? എന്റെ ആദ്യത്തെ നെറ്റ് പരീക്ഷ, എന്റെ കന്നി പരീക്ഷ, ആദ്യത്തെ പരീക്ഷ ഉണ്ടോ? അമൃതയുണ്ട്. ഓക്കെ, അമൃതേ ഫസ്റ്റ് അറ്റംപ്റ്റും ലാസ്റ്റ് അറ്റംപ്റ്റും ഇതാക്കുക എന്ന് പറഞ്ഞാൽ ഇത്തവണ തന്നെ നെറ്റും JRF അങ്ങ് മേടിച്ചോണം കേട്ടോ. വളരെ നല്ലൊരു അച്ചീവ്മെന്റാ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്തെടുക്കുന്നത്. അതൊക്കെ ആ ഒരു നമുക്ക് കിട്ടുമ്പോഴേ നമ്മൾ അറിയൂ അല്ലെ. ബാക്കി എല്ലാവർക്കും അപ്പം ഓക്കെ മുബി ഉണ്ട്. ഓക്കെ ഫൈൻ, ഓക്കെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് മുബി, ഇതിൽ തന്നെ ലാസ്റ്റ് അറ്റംപ്റ്റ് കേട്ടോ. ഇത്തവണ തന്നെ മുബി ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം അങ്ങ് എടുത്തോണം. കാരണം നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യം മറ്റൊന്നും അല്ല. ഓക്കെ, ഈ സെക്കൻഡ് അറ്റംപ്റ്റുകാരെയോ അല്ലെങ്കിൽ ഒരു വട്ടം കുട്ടി കൂടുതൽ എഴുതിയവരോ എന്താ പറയാ, നിങ്ങൾക്ക് അന്ന് സാധിക്കാതെ പോയത് നിങ്ങളുടെ പ്രശ്നമല്ല. ക്വസ്റ്റ്യനിൽ വന്ന നിങ്ങളെ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഓക്കെ സ്നേഹ സാബു, സ്നേഹ അതുപോലെ തന്നെ ഒരു വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക കേട്ടോ സ്നേഹ.
ഇതിനെ തന്നെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് ഇനി ഒരു അറ്റംപ്റ്റ് ഉണ്ടെന്നുള്ള ചിന്ത മൈൻഡിൽ ഇടണ്ട. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എന്നാ പിന്നെ അടുത്ത വട്ടം മേടിക്കാന്നുള്ള ചിന്ത വരുന്നത്. ഇത് മാത്രമേ ഉള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ മെനക്കെട്ട് മേടിച്ചെടുക്കും. ഓക്കെ, അപ്പം ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ളവർക്ക് അറിയാം ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫുഡ് സ്റ്റെപ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി ആ അബദ്ധങ്ങൾ നമുക്ക് പറ്റാതെ തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, അത്രയും നല്ല രീതിയിൽ അറ്റംപ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുവോ? ശ്രദ്ധിക്കും. ഓക്കെ ഓക്കെ, ആവണി, സ്നേഹ, പൂജ, ശ്യാമ, ഓക്കെ, ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരാ. വെരി ഗുഡ്. ഇങ്ങനെ ബാച്ചിനെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ I+ ബാച്ചിന്റെ പ്രത്യേകത ഏതാ? പിള്ളേർ ഭയങ്കര ആക്റ്റീവാ, നല്ല വൈബ്രന്റ് ആയിട്ടുള്ള വൈബായിട്ട് നിൽക്കുന്ന പിള്ളേരാ വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിന്റെ ഒരു സ്ട്രെസ് നമ്മൾ അറിയത്തില്ല, പഠിപ്പിക്കുന്ന ആളും അറിയത്തില്ല. വളരെ സന്തോഷമായിരിക്കും ഓരോ മിനിറ്റും നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കാനായിട്ട്. ഓക്കെ, ഒരിക്കലും ക്ലാസിന്റേതായിട്ടുള്ള ഒരു വലിയ കോൺഫിഡൻഷ്യാലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, ഷെയർ. അപ്പൊ ഇന്ന് പോരാ, എന്നും ഇങ്ങനെ വേണം. പഴയ പിള്ളേരോട് ചോദിച്ചു നോക്കിക്കോ, അവർ ത്രൂ ഔട്ട് ഇങ്ങനെയാ പോകുന്നത്. നമ്മുടെ ഇപ്പൊ കുറെ ബാച്ചുകൾ ആയല്ലോ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് ലൈവ് സെഷൻസ്. ഓക്കെ, ശരി. അപ്പൊ ഇതിന്റെ ഇടയിലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, ഈ യൂട്യൂബ് ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷിന്റെ PYQ ഡിസ്കഷൻ, ഇംഗ്ലീഷിന്റെ ചില ടോപ്പിക് എക്സ്പ്ലനേഷൻ ഒക്കെ വരും. അത് മിസ് ആക്കരുത് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് കാണണം. യൂട്യൂബിൽ നമ്മുടെ ഇംഗ്ലീഷിന്റെ ടോപ്പിക് ആണോ വരുന്നത്, ആണെങ്കിൽ ഇംഗ്ലീഷുകാർ ഉറപ്പായിട്ടും അത് കണ്ടിരിക്കണം. ഷോർട്സ് വരും, ഷോർട്സ് ഒക്കെ കാണണം കേട്ടോ. ഷോർട്സ് ഒക്കെ ഇന്ന് തന്നെ ചെയ്യേണ്ട കാര്യമേ. ഈ വാട്സാപ്പിലായാലോ എന്താ ടെലഗ്രാമിലോ എവിടെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ, ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നെറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിലെ കാര്യങ്ങൾ കൊണ്ടിടാനുള്ള സ്പേസ് അല്ല, നെറ്റ് ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ടിടാനായിട്ടുള്ള നിങ്ങളുടെ ഒരു ഡിജിറ്റൽ റൂം. നമ്മുടെ എഡ്മോഡോ ക്ലാസ് റൂം ഒക്കെ ഉണ്ടല്ലോ, ഓൺലൈൻ ക്ലാസ് റൂം, ഗൂഗിൾ ക്ലാസ് റൂം ഒക്കെ പോലെ നിങ്ങളുടെ സാധനങ്ങൾ, അതായത് നിങ്ങളുടെ നെറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ റിവിഷൻ കൊടുത്തോ. എന്നിട്ട് അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി, ഇന്ന് റിവിഷൻ ഉണ്ടായിരിക്കും, നിങ്ങൾ തന്നെ റിവിഷൻ എഴുതണമെന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ സ്വന്തമായി. അപ്പൊ പിന്നെ ആ ഒരു ചാറ്റിനകത്ത് കാണും എല്ലാം, അല്ലെ? നിങ്ങൾ മാത്രം മതി അതിനകത്ത്. നിങ്ങൾ തന്നെ സ്റ്റുഡന്റ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ മെന്റർ. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യാം. എപ്പോഴും ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഇംഗ്ലീഷുകാരെന്ന് പറഞ്ഞാൽ തന്നെ കയ്യിലൊരു ബുക്കും പേനയും ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ആ എഴുത്തുകാരുടെ വിഭാഗത്തിൽ പെടുന്ന അവരുടെ എന്താ പറയാ അപ്കമിങ് ജനറേഷൻസ് ആണല്ലോ. അതുകൊണ്ട് നമ്മളെന്ന് പറയുമ്പോൾ ഒരു ബുക്കും പേനയും നിർബന്ധം കേട്ടോ. ശരി, അപ്പൊ ഈ 10 യൂണിറ്റിലോട്ടൊക്കെ നമുക്ക് പോവാം. അതിനു മുമ്പ് ഏജ് വൈസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അങ്ങോട്ട് നമ്മളൊന്ന് പോകും കേട്ടോ. അപ്പം നമ്മള് ഇവിടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഈ 5 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങളെ ടോയ്ലറ്റിൽ അയക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ വെള്ളം കുടിക്കാൻ പറയാനോ, അതൊക്കെ വെള്ളമൊക്കെ നിങ്ങളും കുടിച്ചോണം. ഓക്കെ, അതിനൊന്നും നമുക്ക് സമയമില്ല. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ഈ 1 മണിക്കൂറിൽ നിങ്ങൾക്ക് ഒന്നും നമ്മൾ പിള്ളേർക്ക് 4 ഇന്റർവെൽ കൊടുക്കും, അവരുടെ സമയം കളയാതെ തന്നെ. ആ ഇന്റർവെൽ എങ്ങനെ കൊടുക്കും? അങ്ങനെയാണെ ചോദിക്കും, ഇപ്പൊ ഞങ്ങൾക്ക് ഇന്റർവെൽ കിട്ടിയില്ല, അരമണിക്കൂറായി ക്ലാസ് തുടങ്ങിയിട്ട്, 15 മിനിറ്റിൽ ഇന്റർവെൽ കൊടുക്കുന്ന ടീച്ചർ ആണെങ്കിൽ തന്നില്ല എന്നൊക്കെ ലോജിക്കലി ചിന്തിക്കാം. ഫസ്റ്റ് ക്ലാസ് അല്ലേ, ഞാൻ പറഞ്ഞു വരട്ടെ. എങ്ങനെയായിരിക്കും ഈ ഇന്റർവെല്ലുകൾ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? പിള്ളേരെ പുറത്തു വിടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് തന്നെ ഇരുത്തിക്കണം. സ്നേഹമായിട്ടാട്ടോ എന്ന് വിളിക്കുന്നത്, അല്ലാതെ പിള്ളേരെ എന്നുള്ള ഒരു അറഗൻ സെൻസിലല്ല കേട്ടോ. സ്നേഹത്തോടെ എടുക്കണേ അത്. ഓക്കെ, അതെങ്ങനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ക്വസ്റ്റ്യൻസ് എടുക്കും. ഓക്കെ, അതായത് ഒരു ദിവസം ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 8-10 വരെ പോവാറുണ്ട്, ഒരു 8 ചോദ്യമെങ്കിലും എല്ലാ ഏരിയാസിൽ നിന്നും കിട്ടും. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോയട്രി ആയിരിക്കും, പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്രിറ്റിസിസത്തിൽ ഒരു ചോദ്യം കൂടെ അങ്ങോട്ട് കയറി വന്നിരിക്കും. പോയട്രിയിലെ തന്നെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ 10-15 മിനിറ്റ് കൂടുമ്പോൾ, ഇന്ന് സംസാരിക്കുമല്ലായിരുന്നു, ഇന്നൊരു ബോർഡം ഫീൽ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോറടിക്കാൻ സമയമുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് എന്താ പറയാ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ ഇങ്ങനെ 2 ചോദ്യം ചെയ്യും. എന്നിട്ടും എല്ലാവരും അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള തിരക്കിലോട്ടൊക്കെ ഒന്ന് പോകും. പിന്നെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യും, ഒരു ചോദ്യം കൂടെ തരും. അങ്ങനെ നിങ്ങൾ ആ ചോദ്യവുമായിട്ട് ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത സ്ലൈഡിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ സാധിക്കുമെന്ന് ആദ്യം മുതലേ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ നോട്ട്ബുക്കിനെ നിങ്ങൾ 2 ആയിട്ടാണ് മാറ്റുന്നത്. ഓക്കെ, ഈ ഫ്രണ്ട് സൈഡ് ഉണ്ടല്ലോ, അവിടെ തന്നെ നോട്ട് എഴുതിക്കും. അവിടെ തന്നെ നോട്ട് എഴുതണമെന്ന് നിർബന്ധമുള്ളവരൊക്കെ ഉണ്ടാവും. ഫ്രണ്ട് സൈഡിൽ ഞാൻ നോട്ടേ എഴുതും, തന്നെ എഴുതിക്കോ നിങ്ങൾ. ബാക്ക് സൈഡിൽ നിങ്ങൾ ആ നോട്ട്ബുക്കിന് തന്നെ ഒരു ബാക്ക് സൈഡ് കൊടുക്കണം. PYQ ആണ് അവിടെ, ആരോ ഒക്കെ ഇട്ട് PYQ എന്ന് കൊടുത്തു. PYQന് നമ്പർ ഇടണം. അതായത് നമ്മുടെ ഓരോ മാസവും നമുക്ക് നോക്കാം എത്ര പുതിയ PYQ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, 1 2 3 എന്ന് നമ്പർ ഇടുക. ഇനി പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് രാവിലെ നമുക്ക്
പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കാനുള്ള ഒരു ത്വര വരുമല്ലോ. അതിന് മുമ്പ് പഠിച്ചു വെക്കും കേട്ടോ, പഠിപ്പിക്കും. ഓക്കെ, അടിക്കാതെ വഴക്ക് പറയാതൊക്കെ തന്നെ, അല്ലെങ്കിൽ വഴക്കൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും കേട്ടോ, ചെറിയ കുഞ്ഞു വഴക്കുകൾ. എന്നാലും ഓൺലൈനായിട്ട് നമുക്ക് അത്രയും അങ്ങോട്ട് സ്ട്രെസ്സിങ് ഒന്നും ഇല്ല. ഓക്കെ, അടിയൊന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ നമ്മുടെ സന്തോഷവും ഇമോജിയിലൊക്കെയും ഒരു തംസിലൂടെയും ഒരു ക്ലാപ്പിലൂടെയും ഒക്കെ ആയിരിക്കും തരുന്നത്. ഓക്കെ, ശരി. അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ പറയുന്ന പോലെ എന്താ അറേഞ്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ 10-15 മിനിറ്റ് കൂടുമ്പോൾ 1-2 പുതിയ ചോദ്യം ചെയ്തിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകുന്നതുകൊണ്ട് വലിയൊരു സ്ട്രെസ് അനുഭവിക്കത്തില്ല. വീണ്ടും 15 മിനിറ്റ് പഠിക്കുന്നു, അടുത്ത ചോദ്യം, അങ്ങനെ പോവാണല്ലോ. ഓക്കെ, അങ്ങനെ 1 അവർ നമുക്ക് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ PYQ എഴുതുക. അതായത് നമ്മൾ ഈ 15 മിനിറ്റ് കൂടുമ്പോൾ പറയുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ, അതിനെ ബാക്ക് സൈഡിൽ എഴുതാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ബാക്ക് സൈഡിലെ ചോദ്യങ്ങൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പരീക്ഷ എടുക്കുന്ന സമയത്ത് നോട്ടൊന്നും വായിക്കാൻ അന്ന് രാവിലെ നമുക്ക് നേരെ ഉണ്ടാവില്ല. എന്നാലും ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ള PYQ നിങ്ങൾ വണ്ടിയിലിരുന്നോ അല്ലെങ്കിൽ എക്സാം ഹോളിൽ എത്തിയാൽ ഒക്കെ നോക്കുന്നുണ്ടാവും. ഓക്കെ, എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാവോ? വർക്കാവുമെന്ന് തോന്നുന്നോ? ഓക്കെ, ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ഇത്രയും നാള് പോയത്? നിങ്ങളൊക്കെ നിങ്ങളുടെ തന്നെ ഗൈഡും നിങ്ങളുടെ സ്റ്റുഡന്റും ഒക്കെ നിങ്ങൾ തന്നെ ആയിരിക്കും അല്ലെ. ഞാൻ വലിയൊരു ഗൈഡാന്നൊന്നും പറയല്ല, എന്നാൽ പോലും നമുക്ക് ഉണ്ടാവുന്ന ചില എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിലെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയായിരുന്നെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് കിട്ടിയാലും. ഓക്കെ, ദാറ്റ് മീൻസ് അങ്ങനെ നമുക്ക് പറ്റും, പറ്റാഴികയൊന്നും ഇല്ല. അപ്പൊ കൂട്ടത്തോടെ പഠിക്കുന്നതുകൊണ്ട് തന്നെ വലിയൊരു സ്ട്രെസ് അനുഭവിക്കേണ്ടി വരത്തില്ല കേട്ടോ, അത് ഞാൻ അഷ്വർ ചെയ്യാം. ശരി, ഈ ചോദ്യം കുറച്ച് അധിക നേരമായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ അടുക്കുന്ന സമയത്തോടു കൂടി നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക. ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കണ്ടായോ? കാനോണൈസേഷൻ. എന്തോ കവിതയാണോ കാനോണൈസേഷൻ? ഡോവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, ഡോവ് ഒരു പക്ഷിയാണ്. ഡണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡണ്ണിനെ നമുക്കറിയാം, വില്ലാളി വീരനാണ് അല്ലെ, സയന്റിഫിക് പോയിറ്റ്, സയൻസ് പോയിറ്റ്, മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രിയുടെ ഫൗണ്ടർ, പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അതായത് കവിതയെ സയന്റിഫിക് ആയിട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ്. എല്ലാത്തിലും ഒരു സയൻസ് ആംഗിൾ കാണുന്ന വളരെ മിടുക്കനായിട്ടുള്ള ഒരു പോയറ്റ് ആണ്. So how does the image of the dove contribute to thematic elements in John Donne's The Canonization? How does the image of the dove contribute to thematic elements in John Donne's The Canonization? സോറി, ഒരബദ്ധം പറ്റിയതാ. എന്റെ ചുമയങ്ങ് കേട്ടോ, ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് ചുമക്കാൻ നോക്കിയതാ. ഓക്കെ, how does the image of the dove contribute to thematic elements in John Donne's Canonization? Okay, okay, ശ്യാമേ, ശരി ശരി. ഉത്തരം കിട്ടിയോ? It enhances the themes of love and tranquility. It enhances the theme of love and tranquility. ലവിനെ കുറിച്ചും ട്രാങ്കുലിറ്റിയെ കുറിച്ചും ഒക്കെയാണ് കാനോണൈസേഷനകത്ത് പറയുന്നത് കേട്ടോ. കാനോണൈസേഷൻ ചിലർക്ക് തെറ്റിപ്പോവും, കാരണം ഇത് അത്ര എളുപ്പമുള്ള ചോദ്യമൊന്നും അല്ലെന്നേ. ഈ തീം കണ്ടുപിടിച്ച് അങ്ങനെ എഴുതും ഇങ്ങനെ എഴുതും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും അല്ലെ, കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ഒരു ഏരിയ ആണേ. ഓക്കെ, ഇറ്റ് എൻഹാൻസസ് ദ തീംസ് ഓഫ് ലവ് ആൻഡ് ട്രാങ്കുലിറ്റി. ഓക്കെ, ശരി. അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ ഇത്രയൊന്ന് വായിക്കുക, ശേഷമുള്ളത് ഞാൻ തരാവേ. Which of the following lines is the epitaph written by Gray? നമ്മുടെ തോമസ് ഗ്രേ അല്ലെ, for himself in the elegy written in a country churchyard. തനിക്ക് ഒരു പരിചയമില്ലാത്ത കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അവരുടെ ഒരു എന്താ പറയാ സെമിത്തേരി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലത്തിരുന്നിട്ട് നമ്മുടെ സ്പീക്കർ ഇങ്ങനെ വേണം കേട്ടോ. സ്പീക്കർ ഗ്രേയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഗ്രേയുടെ സ്പീക്കർ ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് വിചാരിക്കുകയാണ് ഇനി എന്തെങ്കിലും ഒരിക്കൽ ഞാൻ മരിക്കുമ്പോൾ, മരണം എന്ന് പറയുന്നത് പ്രെഡിക്റ്റഡ് ആണല്ലോ, എപ്പൊ സംഭവിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ മരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒക്കെ കുറച്ച് മനുഷ്യര് എന്റെ ബോഡി ഉള്ളിടത്തും വന്നിട്ട് ഇങ്ങനെ വിഷമിക്കുന്നുണ്ടാവും, എന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും അല്ലെ, ആരൊക്കെയാണ് ഇവിടെ മരിച്ചു പോയതെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് എപ്പിറ്റാപ്പിൽ എഴുതിയിട്ടുള്ളത്? നോ മോർ ദ ഗ്രേഷ്യൻ മ്യൂസ് അൺറൈവൽ reigns to Britain, let the nation's homage pay. Here rests his head upon the lap of earth, a youth to fortune and to make fame unknown. Okay, next option, the boast of heraldry, the pomp of power, and all that beauty, all that wealth earth gave. Beneath those rugged elms that your trees shade, where heads the turf in many a moldering heap. Okay, ഇതാണ് നമുക്ക് ലൈൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഇതിനകത്ത് ശരി ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാവോ? മറ്റേ സ്ക്രീൻ ഒന്നുകൂടെ എടുക്കണോ?
മറ്റേ സ്ക്രീൻ ഒന്നുകൂടെ എടുക്കണോ? ഓക്കെ, എടുത്തുതരാം. ബി. എല്ലാരും ആൻസർ ചെയ്തേ, ആലോചിച്ച് പറഞ്ഞേ. അടുത്ത സ്ക്രീൻ എടുക്കണേ, വീണ്ടും പറഞ്ഞാൽ മതി. ഓക്കെ, ആൻസർ വരുന്നത് ബി ആണ്. വെരി ഗുഡ്, ഹാറ്റ്സ് ഓഫ്, വെരി ഗുഡ്, വെരി ഗുഡ്. പരസ്പരം ഒന്ന് എൻകറേജ് ചെയ്യാനും കൂടെ സമയം എടുക്കണേ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പിള്ളേര് ആൻസർ പറയുമ്പോൾ നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ശരി. അതാ, നമ്മുടെ ഉത്തരം തെറ്റാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ ശരിയാക്കി കഴിഞ്ഞാൽ അവർക്കൊരു സപ്പോർട്ട്, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാത്തിനും അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതെന്തായിരിക്കും ടീച്ചർ അങ്ങനെ പറയുന്നത്? എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്യണം, ഒന്നുപോലും കളയരുതെന്ന് എന്തെങ്കിലും കാരണമുണ്ടോ? എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഒന്നും കളയരുത്, എല്ലാം അറ്റംപ്റ്റ് ചെയ്യണമെന്ന്. സ്നേഹം കൊണ്ട് മാത്രമല്ല, വേറൊരു കാരണം കൂടെ ഉണ്ട്. വെരി ഗുഡ് സ്നേഹ. നെഗറ്റീവ് മാർക്ക് ഇല്ല, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത പരീക്ഷയാണ്. ഓക്കെ, എല്ലാം അറ്റൻഡ് ചെയ്യാം. ടെൻഷന്റെ പേരിൽ ഒന്ന് രണ്ടെണ്ണം അവിടെ കളഞ്ഞിട്ട് പോരരുത്. എല്ലാത്തിനും ഒരു ആൻസർ കൊടുക്കുക. അവസാന നിമിഷം നമുക്ക് രണ്ടു മൂന്നെണ്ണം അറിയത്തില്ലെങ്കിൽ ഏതെങ്കിലും കറക്കി കുത്തിയെങ്കിലും ഒരു എന്താ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാട്ടുണ്ടാവല്ലോ, അത് പാടിയെങ്കിലും ഒരു ഉത്തരം കൊടുക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് ചിലപ്പോൾ അത് ശരിയാവാൻ സാധ്യതയുണ്ട്. ലക്ക് ഓൾസോ ഇസ് അല്ല മാറ്റർ. പക്ഷെ ഈ ചില ചോദ്യങ്ങളിൽ ലക്ക് ഒരു മാറ്റർ ആണ്, അവസാനം വരുന്ന 2-3 ചോദ്യങ്ങളിലൊക്കെ കേട്ടോ. അതുകൊണ്ട് എല്ലാം ആൻസർ ചെയ്തിട്ടേ അതിൽ നിന്ന് ഇറങ്ങാവൂ. ശരി, അരമണിക്കൂർ അങ്ങനെ അങ്ങ് പോയി. അരമണിക്കൂർ പോയത് അറിഞ്ഞോ? ഇല്ലേ? അരമണിക്കൂർ പോയത് അറിഞ്ഞോ? അറിയൊക്കെ ചെയ്തു, പക്ഷെ പരീക്ഷയുടെ ആവശ്യം ഉള്ളത് കൊണ്ട് ഇരുന്നു അല്ലെ. എന്തായാലും നമുക്ക് ആക്റ്റീവ് ആയിട്ട് ഈ 1 അവർ അല്ലെങ്കിൽ ഡെയിലി ഉള്ള നമ്മുടെ 1 അവർ കൊണ്ടുപോകണം കേട്ടോ. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഇല്ല അവണി അത്യം സ്ട്രെസ് ഫീൽ ചെയ്തില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരി, വൈ ഡിഡ് അലക്സാണ്ടർ പോപ്പ് റൈറ്റ് ദ റേപ്പ് ഓഫ് ദ ലോക്ക്? വൈ ഡിഡ് അലക്സാണ്ടർ പോപ്പ് റൈറ്റ് ദ റേപ്പ് ഓഫ് ദ ലോക്ക്? നിങ്ങളാട്ടോ ക്ലാസ്സിന്റെ എനർജി ആക്കിയത്, ഞാനല്ല. കാരണം നിങ്ങൾ ഇങ്ങോട്ട്, ഞാൻ ഇവിടെ കിടന്ന് എത്ര ആക്റ്റീവായിട്ട് പറഞ്ഞാലോ അല്ലെങ്കിൽ ജോക്ക് പറഞ്ഞാലോ ഒന്നും കാര്യമില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു സെയിം വേവ് എന്റെ അടുത്തുനിന്ന് വരുത്തുള്ളൂ അല്ലെ. വൈ ഡിഡ് അലക്സാണ്ടർ പോപ്പ് റൈറ്റ് ദ റേപ്പ് ഓഫ് ദ ലോക്ക്? ഈ റേപ്പ് ഓഫ് ദ ലോക്കിലെ നായികയുടെ പേരെന്താണെന്നറിയാവോ? നായിക ഉണ്ടല്ലോ റേപ്പ് ഓഫ് ദ ലോക്കില്, അറിയാവോ നായികയെ? ബെലിൻഡ. വെരി ഗുഡ്, ബെലിൻഡ. എന്താ ബെലിൻഡയുടെ പ്രത്യേകത? ബെലിൻഡയുടെ ബ്യൂട്ടിയുടെ സിമ്പിൾ ആയിട്ട് പറയുന്ന എന്താണ്? ചിലർക്ക് ഐസ് ആയിരിക്കും, നോസ് ആയിരിക്കും. ഇവിടെ ഹെയർ ആണ് കേട്ടോ, ലോങ് ഹെയർ. ആ ഹെയറിൽ നമ്മുടെ ദിവസം എത്ര മുടിനാരയുടെയാ പോകുന്നത്? ബെലിൻഡയുടെ ഒറ്റ സ്ട്രാൻഡ് ഓഫ് ഹെയർ പോയതേ ഉള്ളൂ, മോഷണം പോയതേ ഉള്ളൂ, വലിയ പ്രശ്നമായിട്ട് മാറി ഇല്ലേ. ശരിക്കും ഇതൊരു ട്രിവിയൽ കോമഡിയാണ് കേട്ടോ. 2 രാജകുടുംബങ്ങൾ തമ്മിലാണ് ബെലിൻഡയുടെ പോയ മുടിയുടെ പേരിൽ പോരടിക്കുന്നത്. ഓക്കെ, ഒരു ബോയ് ബെലിൻഡയുടെ മുടി സ്റ്റോൾ ചെയ്തുകൊണ്ട് പോയതാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ ബെലിൻഡയുടെ മുടിയും ബെലിൻഡ ഒരുങ്ങുന്ന എന്താ റൂം ചേംബറിനെ കുറിച്ചൊക്കെ പറയുന്നത് നയംസ്, ദാറ്റ് മീൻസ് എന്താ ദേവതകളൊക്കെ വന്നിട്ടാണ് ബെലിൻഡയെ ഒരുക്കുന്നത് എന്നൊക്കെയാ പറയുന്നത്. അത്രയും വർണ്ണനയിലാ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ശരി. നമ്മുടെ എപ്പിതലാമിയൻ പ്രോതലാമിയൻ കവിതയൊക്കെ പോലാണ്. അപ്പൊ ഇതിനൊരു ഉത്തരം നമുക്ക് വേണം കൊടുക്കാം. ഉത്തരം കിട്ടിയോ? As a response to the request from his friend to reconcile 2 families, അതായത് തർക്കത്തിൽ ഉണ്ടായിരുന്ന 2 ഫാമിലീസ് തമ്മിൽ ഒന്നിക്കണം എന്നുള്ള പോപ്പിന്റെ ഒരു കൂട്ടുകാരൻ. ഇത് ശരിക്കും ബെലിൻഡ എന്നൊക്കെ ഉള്ളത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേരാ. വേറെ 2 അരിസ്റ്റോക്രാറ്റിക് ഫാമിലീസ് തമ്മിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, ആ ഇഷ്യൂ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോപ്പ്
എന്താ പോപ്പിന് കൂട്ടുകാരൻ ഒരു കത്തയച്ചു. സോ അങ്ങനെ എഴുതുന്ന ഒരു കവിതയാണ്. ശരിക്കും നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത്രയും കട്ടിയൊന്നും ഇല്ല നിങ്ങളുടെ പ്രശ്നത്തിന്. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ശരിക്കും ഈ പറയുന്ന കവിതയിലൂടെ നമ്മുടെ റൈറ്റർ ആ രണ്ട് ഫാമിലീസിനോട് പറയുന്നത്. നല്ല കവിതയല്ലേ? ഇഷ്ടപ്പെടും. ശരി. വാട്ട് ഈസ് എ മേജർ തീം ഓഫ് വില്യം ബ്ലേക്സ് ദ ടൈഗർ? ഇതൊക്കെ PYQ കേട്ടോ. ഇപ്പം നമ്മൾ എല്ലാ ഏരിയയിൽ നിന്നുള്ള PYQ നോക്കി ഒരു രണ്ടും കുറച്ച് ക്ലാസ് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഏജ് വൈസ് ലിറ്ററേച്ചറിലൊക്കെ എൻട്രി ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വില്യം ബ്ലേക്കിന്റെ ടൈഗറിന്റെ തീം. അർച്ചനയ്ക്ക് കുറച്ച് കൂട്ടുകാർ വേണമല്ലോ, പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. ആവണി ചേർന്നിട്ടുണ്ട്, B പറയുന്നു. എല്ലാവരും ക്ലാസ്സിൽ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട് കേട്ടോ. ഉത്തരങ്ങൾ രണ്ടെണ്ണേ വന്നുള്ളൂ. പൂജേ, അമൃതേ, സ്നേഹമാർ രണ്ടുണ്ട്. ഞാൻ വിളിക്കാത്ത ചില പേരുകളുണ്ട്. എല്ലാരും വന്നേ, ഉത്തരം പറഞ്ഞേ. ഓക്കെ, B ആ പറയുന്നത്. ശരി. ഓക്കെ അമൃതേ, എന്തായാലും നമുക്ക് നോക്കാം. യെസ്, വെരി ഗുഡ്, റൈറ്റ് ആൻസർ. ടേക്ക് എ ടൈം ടു അപ്രീഷിയേറ്റ് ദം. വെരി ഗുഡ്. ഫൈൻ. ആൻസർ വരുന്നത് റെപ്രസെന്റേഷൻ ഓഫ് കോൺട്രറീസ് ഇൻ ദ ഹ്യൂമൻ സോൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാപ്പ് കൊടുക്കാം കേട്ടോ, സെൽഫ് എൻകറേജ്മെന്റ് ആയിട്ട്. അതിനൊന്നും പ്രശ്നമില്ല. നെക്സ്റ്റ് നമ്മുടെ 5ാമത്തെ ചോദ്യമാണേ. ചോദ്യം വായിച്ചോ. വലിയ ചോദ്യമാണെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ അങ്ങ് വായിക്കാതെ പോകും. അങ്ങനെ ചെയ്യരുത്. വലിയ ചോദ്യമാണെങ്കിൽ ഉറപ്പിച്ചോ, ഉത്തരം അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും, ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. ഇപ്പൊ നമ്മൾ അതിനുള്ള എളുപ്പ വഴി എന്താന്ന് വെച്ചാല്, ഇപ്പം ഒരാള് ഇല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്ന് വെക്കാം, ഒറ്റ വാക്കേ നമുക്ക് കിട്ടിയുള്ളൂ. എന്നാൽ അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് അവര് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ എന്താണെന്നും കൂടെ നമുക്ക് കിട്ടും. അതുപോലെയാണ് ഈ വലിയ ചോദ്യത്തിന്റെ ഗുണം. വലിയ ചോദ്യമാണെങ്കിൽ ഉത്തരം അതിൽ തന്നെ ഉണ്ടായിരിക്കും. മെനക്കെട്ടൊന്ന് വായിച്ചാൽ മതി. ആ മെനക്കെട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മലയാളത്തിലേക്ക് നിങ്ങളുടെ മദർ ടങ് ഏതാണോ അതിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേണം വായിക്കാനായിട്ട്. അപ്പൊ എളുപ്പം ഉത്തരം കിട്ടും. വാട്ട് റോൾ ഡു ദ ക്ലാസിക്കൽ മ്യൂസസ് പ്ലേ ഇൻ മിൽട്ടൺസ് ലിസിഡാസ്? ഹൗ ഡു ദേ കോൺട്രിബ്യൂട്ട് ടു ദ എലിജി സ്ട്രക്ചർ ആൻഡ് തീംസ്? What role do the classical muses play in Milton's Lycidas? How do they contribute to the elegy structure and themes? ഓപ്ഷൻസ് നിങ്ങൾ വായിക്കുമല്ലോ, സിമ്പിൾ ഓപ്ഷൻസ് ആ. ഓപ്ഷൻസിലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷ്യൂർ ആണോ? നമുക്ക് ഉത്തരം നോക്കാം. യെസ്, B is the right answer. ഒത്തിരി ചോദ്യത്തിന് B ഓപ്ഷൻ വന്നല്ലേ, നെറ്റിന്റെ അതേ പാറ്റേണിൽ ഇട്ടതാ. മ്യൂസസ് ഇംപ്ലൈസ് ഡിവൈൻ ഇൻസ്പിറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഗൈഡിങ് ദ പോയിറ്റ്സ് ലാമെന്റ്. പോയിറ്റിന്റെ വിഷമങ്ങളൊക്കെ തന്നെ മ്യൂസസിനോട് പറയുമ്പോൾ പണ്ടേയുള്ള രീതിയാ, ദേവതമാരെ ആരാധിച്ചുകൊണ്ട് കവിത തുടങ്ങുന്ന ഒരു രീതി നേരത്തെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ലിസിഡാസിലും മിൽട്ടൺ അത് തന്നെയാണ് കൊണ്ടുവരുന്നത്. പാരഡൈസ് ലോസ്, പാരഡൈസ് റീഗെയിൻഡ് ഒക്കെ എഴുതിയ മിടുക്കനായ ഒരു പോയിറ്റ്, റെനൈസൻസ് പോയിറ്റ് ആണ് നമ്മുടെ സ്വന്തം മിൽട്ടൺ, ജോൺ മിൽട്ടൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രണ്ടൽ നമ്മുടെ ബിയോവുൾഫിലെ കഥാപാത്രമാണ്. ബിയോവുൾഫ് എന്ന എപ്പിക് പോമിലെ എഴുതിയത് ആരാണെന്ന് അറിയില്ല, അനോണിമസ് ആണ്. ആഫ്റ്റർ ഗ്രണ്ടൽസ് ഡിഫീറ്റ്, വാട്ട് ഫർദർ ത്രെറ്റ് അറൈസസ് ഇൻ ബിയോവുൾഫ് ദാറ്റ് ബിയോവുൾഫ് മസ്റ്റ് കൺഫ്രണ്ട്? ഗ്രണ്ടലിനെ കീഴ്പ്പെടുത്തിയതിനു ശേഷം ഇദ്ദേഹത്തിന് ബിയോവുൾഫിന് നേരിടേണ്ടതായിട്ട് വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? എന്ത് പ്രശ്നമായിരിക്കും? ഗ്രണ്ടലിന്റെ അമ്മ അല്ലെ, ഗ്രണ്ടലിന്റെ അമ്മ ബിയോവുൾഫ് ഗ്രണ്ടലിനെ കൊന്നിട്ട് തല വെട്ടി ഗ്രണ്ടൽ എപ്പോഴും കയറി ഉപദ്രവിക്കുന്ന ഒരു അവരുടെ ഒരു സൽക്കാര പന്തൽ ഉണ്ടായിരുന്നു. ആ സൽക്കാര പന്തലിന്റെ മുന്നിൽ കെട്ടിയിട്ടു. അമ്മ അത് കണ്ട് പ്രലോഭിതയായി വന്ന് ബിയോവുൾഫിനെ ആക്രമിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അങ്ങനെ ഗ്രണ്ടലിന്റെ അമ്മയും ബിയോവുൾഫ് കില്ല് ചെയ്തു. B is the right answer. ഞാനേ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ചോദിക്കുക, ഈ സ്ലൈഡ് ഒക്കെ എടുക്കുമ്പോൾ സ്പീഡ് ആണെങ്കിൽ ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പം നമ്മളൊരു ടൈം കൊടുത്തതിന് ശേഷം അടുത്ത സ്ലൈഡ് എടുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ നോക്കി വെച്ചിട്ട് ഒന്നെങ്കിൽ ക്ലാസിന്റെ അവസാനം അല്ലെങ്കിൽ ക്ലാസ് നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വീണ്ടും എടുക്കാം കേട്ടോ.
ഓക്കെ, ശരി. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പം താൽക്കാലികമായിട്ട് നമ്മളിപ്പോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്താണ്. ഇതിനുശേഷം ഒഫീഷ്യൽ ആയിട്ട് നമ്മുടെ പിന്നീടുള്ള ക്ലാസ്സുകളിലെല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിന് ശേഷവും അതിന്റെ നോട്ട് വെക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കൃത്യമായിട്ട് ആ നോട്ട് അവിടെ ഉണ്ടാവും. ലൈവ് ക്ലാസ്സിന്റെ ചുവടെ തന്നെ ലൈവ് ക്ലാസ് ഇന്ന് കഴിഞ്ഞെങ്കിൽ അടുത്ത ദിവസം അതിന്റെ നോട്ട് കിട്ടും നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിൽ. ഓക്കെ, നമ്മുടെ ടീം അത് അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാം, കോർഡിനേറ്റർ ത്രൂ ചോദിക്കാം. ഓക്കെ, ആസ് I+ സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ HSST സെറ്റ്, നെറ്റ്, ഇതിന്റെ എല്ലാം ക്ലാസ്സസ് റണ്ണിങ് ആണ്. HSK ഒക്കെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പം എന്താ ബിഗിനിങ്ങിൽ ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു, മൈ നെയിം ഈസ് ശ്രീലക്ഷ്മി കേട്ടോ. ശ്രീലക്ഷ്മി എന്നാണ് എന്റെ പേര്. അപ്പം കുറച്ച് ചിലപ്പം ഏതെങ്കിലുമൊക്കെ വീഡിയോസിലോ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലും കാണാൻ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ അപ്പ് ചെയ്തു പോകണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പാർട്ടിസിപ്പേഷനും നമുക്ക് ഉണ്ടായിരിക്കണം. ഈ 6 ചോദ്യത്തിൽ എത്ര മാർക്ക് കിട്ടി? സെൽഫ് അസസ് ചെയ്തേ. ഓക്കെ ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. 6 ചോദ്യത്തിൽ 5 എണ്ണം ഒക്കെ ശരിയാക്കി എന്ന് പറഞ്ഞാൽ യു ആർ ആക്ച്വലി ഡൂയിങ് വെരി വെൽ. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. 6 എണ്ണം ശരിയാക്കി, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സ്പെഷ്യൽ സ്പെസിഫിക് ഫീച്ചർ contribute to the identification of the wife of Bath in Chaucer's General Prologue to the Canterbury Tales? General Prologue to the Canterbury Tales ല് നമ്മുടെ വൈഫ് ഓഫ് ബാത്തിന്റെ സ്പെഷ്യൽ ഫീച്ചർ ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്? സി ആണ് എല്ലാവരും പറയുന്നത്, ശരിയായിരിക്കോ? സി ആണോ ഉത്തരം? ഓക്കെ, ആൻസർ നോക്കാവേ. യെസ്, ഡെഫ്നെസ് ആൻഡ് വൈഡ് സെറ്റ് ടൂത്ത് അല്ലെ, ഗ്യാപ്ഡ് ടൂത്ത് എന്നാണ് അതിനകത്ത് പറയുന്നത്. ഗ്യാപ്ഡ് ടൂത്ത്, അകൽച്ചയുള്ള പല്ലുകൾ. വാട്ട് വാസ് ദ ഓവർ ആർച്ചിങ് പേർപ്പസ് ഓഫ് സ്പെൻസേഴ്സ് എപ്പിതലാമിയൻ? നമ്മൾ എല്ലാ വർക്കും എടുക്കും, വേണ്ട പോയിന്റുകൾ ഉൾപ്പെടുത്തി പഠിക്കും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോദ്യങ്ങൾ അങ്ങ് ചെയ്യാണ്. നിങ്ങൾ ഈ ഉത്തരം പറയുന്ന ഒന്നും ഞാൻ പഠിപ്പിച്ചതിന്റെ ബേസിലല്ല, നിങ്ങളുടെ പ്രീവിയസ് ഇയർ നോളജ് ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി ടോപ്പിക്സിലേക്കെല്ലാം കടന്നു പോകുന്നതായിരിക്കും. സ്പെൻസറിന്റെ എപ്പിതലാമിയന്റെ പേർപ്പസ് എന്താണ്? എപ്പിതലാമിയൻ, യെസ്, കമ്മമറേറ്റ് ദ പോയിറ്റ്സ് മാരേജ് ടു എലിസബത്ത് ബോയിൽ. അതായത് ഒരു കോഡ് അങ്ങ് പറഞ്ഞു തരാം, ഇനി ഓർത്തോളും. എപ്പിതലാമിയൻ അല്ലെങ്കിൽ പ്രോതലാമിയൻ ഒരെണ്ണം ഓർത്താ മതി. എപ്പിതലാമിയൻ നമ്മൾ മംഗ്ലീഷില് എന്റെ എന്ന് എഴുതുമ്പോ എങ്ങനെയായിരിക്കും? ANT ഒന്നും പറയല്ലേ, ഞാൻ കോഡ് ഉണ്ടാക്കാൻ വേണ്ടി പറയാം, അപ്പൊ എന്റെ കൂടെ നിൽക്കണം. ENT എന്നല്ലേ എന്റെ എന്ന് എഴുതുന്നേ? എന്റെ. ഓക്കെ, എന്റെ മാരേജിനെ കുറിച്ച് പറയുന്നത് എപ്പിതലാമിയനിലാണ്. എന്റെ മാരേജ് എന്ന് പറഞ്ഞാൽ സ്പെൻസർ എലിസബത്ത് ബോയിലിനെ വിവാഹം കഴിക്കുന്ന അവരുടെ ശരിക്കുമുള്ള വിവാഹത്തിനെ കുറിച്ച് പറയുന്നത് എപ്പിതലാമിയനിലാണ്. പ്രോതലാമിയൻ, മറ്റവരുടെ വിവാഹം, സോമർസെറ്റ് അല്ലെ, ഏളിന്റെ പെൺമക്കൾ 2 ട്വിൻസ് ഉണ്ടായിരുന്നു, അവരുടെ വിവാഹത്തിനെ കുറിച്ച്, ട്വിൻ സിസ്റ്റേഴ്സിന്റെ വിവാഹത്തിനെ കുറിച്ച് പറയുന്നത് പ്രോതലാമിയനിലാണ്. ഓക്കെ, അപ്പം എപ്പിതലാമിയനിൽ സ്പെൻസർ പറയുന്നത് എന്റെ വിവാഹത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ സ്പെൻസറിന്റെ വിവാഹത്തിനെ കുറിച്ചാണ്. അത് എപ്പിതലാമിയൻ. ആരെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ എലിസബത്ത് ബോയിലിനെയാണ്. കോഡ് എങ്ങനെയുണ്ട്? വലിയ കോഡൊന്നും അല്ല, എന്നാലും ഇനി ഓർക്കൂ, എന്റെ എപ്പിതലാമിയൻ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, അത്രയൊന്നും ഓർത്താൽ മതി. നിങ്ങൾക്ക് അറിയാമായിരിക്കും കോഡ്, വേണ്ടായിരിക്കും, എന്നാൽ ഈ എപ്പിതലാമിയനും പ്രോതലാമിയനും കൂടെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ഈ കണക്ഷൻ അവിടെ ഒന്ന് ഓർത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് നോവൽ ഏരിയയിൽ നിന്നാണ്. നമ്മുടെ ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസി എന്നുള്ള ചോദ്യമാണ്. ഇൻ വാട്ട് വേസ് ഡസ് ഹെൻറി ഫീൽഡിംഗ്സ് ടോം ജോൺസ് എക്സംപ്ലിഫൈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രഡീഷണൽ ബിൽഡ്രിംഗ്സ്ട്രോമൻ നോവൽ? അതായത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന, പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ലാത്ത ഒരു വേഗ് ട്രാവലർ. ശരി, നിങ്ങളൊരു ഗസ് ആൻസർ ആയിരിക്കും കൊടുക്കുന്നേ, പക്ഷെ അതങ്ങ് ശരിയായി പോയി കേട്ടോ. കുറച്ചുപേർ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും. നോവൽ ഫെലോസ് ടോം ജോൺസ് ഫ്രം ഹിസ് യൂത്ത് ടു മെച്യൂരിറ്റി. എപ്പോഴും ബിൽഡിംഗ്സ്ട്രോമൻ നോവൽ അങ്ങനെ ആയിരിക്കും. കുഞ്ഞു കാലം മുതൽ, പലപ്പോഴും അവർ ഓർഫൻസ് ആയിരിക്കും, കുഞ്ഞു പ്രായത്തിൽ അവരെ ആർക്കെങ്കിലും കിട്ടിയതായിരിക്കും ഒരു അനാഥ കുഞ്ഞായിട്ട്. അതിനുശേഷം ആ കുഞ്ഞിനെ വളർത്തി കുഞ്ഞിന്റെ പല സ്റ്റേജുകളൊക്കെ ആയിരിക്കും നമ്മുടെ മുന്നിൽ റൈറ്റർ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, 10ാം ചോദ്യം കൂടെ അങ്ങ് നോക്കിയേക്കാം, പിടിച്ചോ.
How does Andrew Marvel's choice of the carpe diem motive to his coy mistress? തന്റെ മിസ്ട്രസിനോട് പറയാണ്, don't waste time, just share love with me, just share bed with me. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. Aligned with the classical tradition of Latin love elegy. Okay, love elegy എങ്ങനെയാ പറ്റുന്നത്? പലപ്പോഴും ലവ് എലിജി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ when two people loves very closely, very much to each other, and suddenly there occurs a moment for them to separate. അതാണ് ശരിക്കും പറഞ്ഞാൽ ലവ് എലിജി. ഓക്കെ, ആൻഡ്രൂ മാർവലിന്റെ കാർപേഡിയം കോൺസെപ്റ്റ് ആണ് ടു ഹിസ് കോയ് മിസ്ട്രസിനകത്ത് വരുന്നത്. ഓപ്ഷൻസ് ഇത് രണ്ടും വായിച്ചോ. അടുത്ത പേജ് എടുക്കട്ടെ. കുറച്ചുകൂടെ ഉറങ്ങിപ്പോയോ? നമ്മുടെ 9 മണിക്ക് മുമ്പുള്ള ഒരു ഷാറ് കാണുന്നില്ല. ഉണ്ട് 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 ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, ശരി ശരി. അടുത്ത സ്ലൈഡ് അങ്ങ് തരാം. ബാക്കിയുള്ളവർ അടുത്ത സ്ലൈഡിലായല്ലോ, ഞാൻ ഇനി എങ്ങനെയാ സ്ലൈഡ് ചോദിക്കുന്നത്? അങ്ങനെയൊന്നുള്ള ചിന്തകളൊന്നും വേണ്ട. നമുക്ക് ഒരു സ്ലൈഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ച് വാങ്ങിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റൂന്നേ. നമ്മുടെ മാർഗം അല്ലെങ്കിൽ പോന്നേ. ആർക്കും വേണ്ടി കോംപ്രമൈസ് ചെയ്യണ്ട. നിങ്ങൾക്ക് കിട്ടാത്തത് വരുമ്പോ അപ്പൊ തന്നെ ചോദിക്കണേ. ആൻസർ വരുന്നത് കാർപേഡിയോ. ക്രേപ്പ് എന്നായി പോട്ടോ. കാർപേഡിയോ ആണേ. Carpedium motive emphasizes the speaker's urgency and impatience in pursuing his beloved. അല്ലെ, ബിലൗഡുമായി കൂടിച്ചേരാനുള്ള ഒരു ആവേശമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ബിലൗഡിനോട് പറയാണ്, ടൈം പോവാണ്, നമ്മളെ യൂത്ത്നെസ് ആണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഡോണ്ട് ഗെറ്റ് കോംപ്രമൈസ്, യു ഹാവ് ടു ഗെറ്റ് ഇൻ റിലേഷൻ വിത്ത് മീ, യു ഹാവ് ടു ജസ്റ്റ് ഷെയർ യുവർ ബോഡി വിത്ത് മീ എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പഴേ ഈ ഒരു 45 മിനിറ്റോളം ഞാൻ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായി സംസാരിച്ചു. നിങ്ങൾ എന്റെ അടുത്ത് റെസ്പോണ്ടും ചെയ്തു. സോ വാട്ട് ആർ യുവർ ആൻസൈറ്റീസ് അബൌട്ട് നെറ്റ്? ഈ പരീക്ഷയെ കുറിച്ച് ആൻസൈറ്റി ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. വാട്ട് ആർ യുവർ ഐഡിയാസ്? സഡൻലി ഈ 10-45 മിനിറ്റ് കൊണ്ട് ഭയങ്കര മാറ്റം വന്നൊന്നുമല്ല. വേർ ഇസ് യുവർ കോൺഫിഡൻസ് ലെവൽ? ഒരു 30-35 കോൺഫിഡൻസ് ലെവലിൽ ഇങ്ങോട്ട് കയറി വന്നവരുടെ കോൺഫിഡൻസ് ലെവൽ ഇപ്പൊ എത്ര ഉണ്ട്? 35 താഴെ പോയെങ്കിൽ അത് എന്റെ പ്രശ്നം തന്നെ കേട്ടോ. പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് പറഞ്ഞാൽ മതി. അല്ല, മനസ്സിലായെന്നൊന്നും അല്ല, പറ്റുമോന്ന് ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടോ? യു ക്യാൻ ഡു ഇറ്റ് എന്നൊരു ഓക്കെ ഷിഫ, ദാറ്റ്സ് ഓൾ. ഓക്കെ പൂജ, ഓക്കെ. അപ്പം ഇന്നത്തെ 10 ചോദ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ 45 മിനിറ്റ് 10 ചോദ്യം എടുത്തുള്ളൂ. കുറെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു അല്ലെ. അപ്പം ഇങ്ങനെ അങ്ങ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് നടക്കാവുന്നതേ ഉള്ളൂ. വലിയ പ്രശ്നമൊന്നും അല്ല. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാ. പിന്നെ ഇനിയുള്ള ഡേയ്സിൽ ഇനിയുള്ള ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡേയ്സ് ഉണ്ട്. നാളെയോ മറ്റന്നാളോ ഒന്നും പരീക്ഷയല്ല, അടുത്ത മാസവും പരീക്ഷയല്ല. നമുക്ക് സമയമുണ്ട്. നിങ്ങളൊക്കെ ഇപ്പൊ ഏർലി ബേർഡ്സാ. ഓക്കെ, തുടക്കം മുതലേ ഉള്ളവരാ. അവസാന നിമിഷം വന്ന് നമ്മുടെ വണ്ടിയിലേക്ക് ഓടി കയറുന്നവരൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ഹറിബറിയുടെ ആവശ്യവും വരുന്നില്ല. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിലോട്ട് ഉൾപ്പെടുത്തണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഗൂഗിളിൽ കാണുന്ന കുറെ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നാ വിചാരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? വർക്ക്, ഇയർ, ഓക്കെ. അവാർഡുകൾ പഠിക്കണം. അവാർഡിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക. ചാർട്ട് പേപ്പർ ഇല്ലേ? ചാർട്ട് പേപ്പർ ആണോ അതോ മറ്റേ സ്റ്റിക്കിംഗ് പേപ്പർ ഒട്ടിക്കാനാണോ ഇഷ്ടം? യു ഹാവ് എ സ്പേസ് ഓഫ് യുവർ ഓൺ ഫോർ സ്റ്റഡി. പുറത്തൊക്കെ നിന്ന് പഠിക്കുമായിരിക്കും. എന്നാലും റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ നേച്ചറിലോട്ട് ഇറങ്ങി ചെടിയുടെ ഒക്കെ കൂടി ഇരുന്ന് പഠിച്ചോ, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. നമ്മള് ഈ വല്ല റൊമാൻറ്റിക് പീരീഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വേൾഡ്സ്വർത്തിനെയൊക്കെ ഒന്ന് അറിയണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാട്ടിലൊക്കെ ഇരുന്ന് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് ആ ഒരു സെയിം ഇതിലിരുന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. ഇഫ് യു ഹാവ് എ സ്പേസ് ഓഫ് യുവർ ഓൺ, നിങ്ങൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സ്ഥലത്തൊക്കെ ജസ്റ്റ് പുട്ട് പ്ലേസ് 2 to 3 4 ചാർട്ട്സ്. ഒരു 4-5 ചാർട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഇന്നിപ്പോ നടക്കത്തില്ല, ചാർട്ട് ഒക്കെ മേടിച്ച് അങ്ങ് ഒട്ടിച്ചേക്കുക. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്താ എഴുതാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുലിറ്റ്സർ പ്രൈസ്, നോബൽ പ്രൈസ്, പുലിറ്റ്സർ, നോബല്, പിന്നെ ന്യൂസ്റ്റഡ് പ്രൈസ് ഒക്കെ ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് എഴുതണം. പുലിറ്റ്സർ, നോബല്, അതുപോലെ തന്നെ നമ്മുടെ ബുക്കർസ് പ്രൈസ്, ഇതൊക്കെ എഴുതാനാണ് നമ്മൾ ഈ ചാർട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഒരു നോബൽ വിന്നറിനെ കുറിച്ച് കിട്ടും. നമുക്കിപ്പം ഗീതാഞ്ജലി ഒക്കെ എഴുതിയതേ ഉള്ളൂ, ടാഗോറിന്റെ ഒക്കെ ഉള്ളൂ ഇയർ എഴുതാതെ തന്നെ നോബൽ അറിയാവുന്നത്. ഓക്കെ, അല്ലാത്തൊക്കെ എഴുതി പഠിക്കേണ്ടി തന്നെ വരും. നോർമൽ സ്റ്റുഡൻസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അത് ആവശ്യം.
സോ ഈ ചാർട്ടില് ആദ്യം ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഈ ഒരു ഓർഡർ ഒന്നും നോക്കണമെന്നൊന്നുമില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ചിലപ്പം അബദ്ധവശാൽ ടീച്ചറിന്റെ വായിൽ നിന്ന് ഏതെങ്കിലും ചിലപ്പോൾ പറഞ്ഞ് നോട്ട് ചെയ്യാൻ പറയും, ചിലപ്പോൾ നോട്ട് ചെയ്യാൻ പറയാൻ ഞാൻ അങ്ങ് വിട്ടുപോകും. എന്നാലും നിങ്ങൾക്ക് കിട്ടും അത്. അപ്പൊ അത് നോട്ടിനകത്തൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ നോട്ടിനകത്ത് ഉണ്ടാവും. നോട്ടിനകത്ത് ഉണ്ടെങ്കിലും 10-12 പേജുള്ള നോട്ടിനകത്ത് ഇന്ന് തപ്പി എടുക്കണ്ട, നിങ്ങളെ ചാർട്ടിൽ തന്നെ ഇരുന്നോട്ടെ. ചാർട്ടിനകത്ത് നോബൽ കിട്ടിയ ആൾക്കാരുടെ പേര് എഴുതി വെക്കാവോ? എന്നിട്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് ഒരാഴ്ച മുന്നേ ഓരോന്നായിട്ട് അങ്ങോട്ട് വെട്ടുക. അവർക്ക് നോബൽ കിട്ടിയില്ലെന്നൊന്നും അല്ല, എന്നാലും എനിക്കത് കാണാതെ അറിയാം എന്നുള്ള രീതിയിൽ ഓരോന്നായിട്ട് അങ്ങോട്ട് വെട്ടി നോബൽ പ്രൈസ് കിട്ടിയവരുടെ മാച്ചപ്പ് ചോദിക്കുമെന്നേ, ഉറപ്പ് കാര്യമാ. ബുക്കർ സമ്മാനം ചോദിക്കാറുണ്ട്, പുളിറ്റ്സർ ചോദിക്കാറുണ്ട്. പുളിറ്റ്സർ ഒക്കെ നമ്മള് എല്ലാ കാറ്റഗറിക്കും കൊടുക്കാറുണ്ട്. ഫിക്ഷനും അതുപോലെ തന്നെ പോയിട്രിക്കും ഡ്രാമയ്ക്കും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പോവേണ്ടത്. ഓക്കെ ആണോ? ശരി. അപ്പൊ പഠിക്കുന്ന ദിവസം നിങ്ങൾ ഇപ്പൊ നമ്മുടെ ക്ലാസ് ഉള്ള ദിവസം 8ഓ 10ഓ PYQ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ മാത്രമായിട്ട് പഠിക്കുന്ന ദിവസം എന്ന് പറയാൻ 4 എണ്ണേ ഉള്ളൂ. ഒന്ന് തിങ്കള്, ബുധൻ, അന്നേരം പേപ്പർ 1ന്റെ ക്ലാസ് കാണും. എന്നാലും 1 അവർ നമ്മൾ പേപ്പർ 2 പഠിക്കാമെന്നാണല്ലോ ഇപ്പൊ തീരുമാനിച്ചേക്കുന്നത്. പേപ്പർ 1 പഠിക്കേണ്ട സമയമൊക്കെ അവിടുത്തെ ടീച്ചേഴ്സ് ആയിരിക്കും പറയുന്നത്. ഞാൻ മിനിമം പറഞ്ഞതാ 1 അവർ, അവർ പറയുന്ന ടൈമിൽ തന്നെ പഠിക്കുക. പേപ്പർ 2ന് നിങ്ങൾ 1 മണിക്കൂർ എന്ന് പഠിക്കാമെങ്കിൽ എനിക്ക് തന്നാൽ മതി, ധാരാളമാണ്. എന്നും പഠിക്കുമ്പോൾ ഒരാഴ്ചയിൽ 7 മണിക്കൂർ. ഓക്കെ, ശരി. ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലേലും, ക്ലാസ് ഇല്ലാത്ത ദിവസം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അത് 1 മണിക്കൂർ റിവൈസ് ചെയ്യാനൊന്നും കാണത്തില്ല, കാരണം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ട് പോകുന്നതുകൊണ്ട് എളുപ്പമായിരിക്കും. അല്ലാതെ തന്നെ നമുക്കിപ്പം യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബുക്ക് ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് വായിച്ചോളുക. ഇതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ, ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം PYQ വേണം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ പിന്നെ വേറൊരെണ്ണം പറഞ്ഞാൽ വേറൊരു ചാർട്ട്, ഒരു 10 ചാർട്ട് അങ്ങ് മേടിച്ചോ, കുഴപ്പമില്ല. ഒരു 50 രൂപയ്ക്കുള്ളിൽ നമ്മുടെ ചാർട്ട് നിൽക്കും. ഓക്കെ, അപ്പം പെന്നും മാർക്കറും ഒക്കെ നിങ്ങളുടെ കൈ കാണും. പേന വെച്ച് എഴുതുന്നതിൽ നല്ലത് ചാർട്ടിൽ മാർക്കർ വെച്ച് തന്നെ എഴുതുന്നത്, അതായിരിക്കും നിങ്ങൾക്ക് ഇച്ചിരി കൂടെ നല്ലത്. പിന്നെ ഫെവിക്കോൾ ഒന്നും വരുതേക്കേണ്ട, നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് മതി. അതാകുമ്പോൾ അത്യാവശ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി വെക്കണം. റൂം അങ്ങ് മെസ്സി ആയി എന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇതിനെയൊക്കെ ഒന്ന് ഇളക്കി താഴെ വെക്കാം. ഓക്കെ, നീറ്റ് ആയിരിക്കും, ടൈഡി ആയിരിക്കും. ഫൈൻ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്നും PYQ നിങ്ങളുടെ പഠനത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. തലേ ദിവസം പഠിച്ച കാര്യം നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ, അതായത് എപ്പോഴും പഠിക്കുക. പിന്നെ അതെ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ പഠിക്കുന്നതിന്റെ ഗുണം ബാക്കി കുട്ടികൾക്കും എന്താണ് അറിയാവുന്നത്, അവരുടെ നെറ്റിനെ കുറിച്ചുള്ള ആശങ്ക എന്താണ്. നമ്മുടെ കൂടെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണ് ഈ ക്ലാസ്സിലുള്ളവരെല്ലാം, അല്ലെ? ഇതുപോലെയുള്ള പല പല ക്ലാസ്സുകളിൽ പഠിക്കുന്ന, എവിടെയെങ്കിലും ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്നും ഗ്രൂപ്പായിട്ടും ഒക്കെ പഠിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മുടെ കൂടെ പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്നു പഠിക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അതിനൊക്കെ നമ്മൾ സമയം കൊടുക്കണം. അപ്പം ഞാൻ ഇനിയും സംസാരിക്കുന്നില്ല, ഒത്തിരി ഒരു ചോദ്യം കൂടെ അങ്ങ് തരാണ്. പിടിച്ചോ, 11ാമത്തെ ചോദ്യം. കുബ്ലാ ഖാൻ ഒരു ഇൻകംപ്ലീറ്റ് പോം ആണ്, കോളറിഡ്ജിന്റെ ആണ്. കുബ്ലാ ഖാൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ, കിങ് എന്നൊക്കെ പറയാം അല്ലെ, അങ്ങനെ ഒരാളിന്റെ പാലസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. What is the significance of the subtitle given to Coleridge's Kubla Khan, A Vision in a Dream, a Fragment? എന്താണ് സബ്ടൈറ്റിൽ? കുബ്ലാ ഖാൻ എ വിഷൻ ഇൻ എ ഡ്രീം എ ഫ്രാഗ്മെന്റ് എന്നുള്ളതിലുപരി ഇതിന് വലിയൊരു സബ് ടൈറ്റിൽ ഉണ്ട്. ടൈറ്റിലിനേക്കാൾ വലുതായിരിക്കും എപ്പോഴും സബ് ടൈറ്റിൽ കേട്ടോ. എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്? കുബ്ലാ ഖാൻ അതിന്റെ ഫുൾ ടൈറ്റിൽ വരുന്നത് എ വിഷൻ ഇൻ എ ഡ്രീം എ ഫ്രാഗ്മെന്റ് എന്നും കൂടെയാണ്. ഫ്രാഗ്മെന്റ് എന്ന് പറയാൻ കംപ്ലീറ്റ് അല്ലല്ലോ, നമ്മൾ തന്നെ വിഷമിച്ചു പോയി ഇത് തീരുമ്പോ. അയ്യോ, കുബ്ലാ ഖാന്റെ പാലസിനെ കുറിച്ചൊക്കെയുള്ള വർണ്ണന. ഇപ്പം പശുവിനെ കെട്ടിയ തെങ്ങിനെ കുറിച്ച് വർണ്ണിക്കുന്ന പോലെയാ കോളറിഡ്ജ്. അതായത് ഇപ്പം കുബ്ലാ ഖാനെ കുറിച്ച് പറയുന്നു, പിന്നെ കുബ്ലാ ഖാൻ മാൻഷനെ കുറിച്ച് പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പശുവിനെ കെട്ടിയ തെങ്ങിനെ കുറിച്ചും കൂടെ വർണ്ണിക്കുകയാണെന്ന്. ഓക്കെ, അത്ര ഭംഗിയിലാണ് ആ കവിതയുള്ളത്, പക്ഷെ ഇൻകംപ്ലീറ്റ് ആണ്. എന്തായിരിക്കും സബ് ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Come on, answer. Few minutes are remaining. We will depart now.
പെട്ടെന്ന് ബി ആണ് പറയുന്നേ. ബി ആയിരിക്കോ? എല്ലാരും ആൻസർ കൊടുക്കണേ. നമ്മളിപ്പോ 2 വഴിയിലേക്ക് തിരിയും. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് പറഞ്ഞേ. ശരി, അപ്പൊ കുറച്ച് ആൻസേഴ്സ് വരുന്നുണ്ട്. Subtitle highlights the dream-like and fragmentary nature of the poetic vision. Very good, very good. See, ഇന്ന് നമ്മള് വെരി ഗുഡ് പൂജ. ഓക്കെ, ശരി. അപ്പോഴേ ഇന്ന് നമ്മള് ഒരു 1 hour അടുക്കുന്നു നമ്മുടെ ജേർണി. ഓക്കെ, what are the things you find better here? What are the things you want to improve here? ഇംപ്രൂവ് ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞ് നാളെ മുതൽ സ്ട്രിക്റ്റ് ആവുന്ന പരിപാടിയൊന്നും അല്ല കേട്ടോ. പറ്റുന്ന ഇംപ്രൂവ്മെന്റ് ആണ് ഏത് ക്ലാസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയാ ചോദിക്കുന്നത്. ഓക്കെ ആണോ? ഹലോ, ഫോളോ അപ്പ് ആവുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടേ പറയണേ. കാരണം നമുക്ക് ഓരോ ബാച്ചും അത്രയും സ്പെഷ്യലാ, അത്രയും മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ബാച്ചിനൊക്കെ കുറച്ചും കൂടെ എക്സ്ട്രാ സ്പെഷ്യൽ ആക്കാനാണ് ഈ ബാച്ചിനെ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ബാച്ച് വിൽ ബി മച്ച് ബെറ്റർ. അപ്പം ഇംപ്രൂവ്മെന്റ് നമ്മുടെ ഒരു പാർട്ട്, നമ്മുടെ ഒരു ഏറ്റവും വലിയ ഒരു മോട്ടോ തന്നെ ഐപ്ലസിന്റെ ഇംപ്രൂവ്മെന്റ്. എപ്പോഴും നമ്മൾ ഇംപ്രൂവ്ഡ് ആയിക്കൊണ്ടിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്ത് സജഷൻസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറയാം, നോ പ്രോബ്ലം. ആൻഡ് ഇഫ് യു ആർ നോട്ട് റെഡി ടു ഷെയർ ഇറ്റ് ജസ്റ്റ് ഇൻ ലൈക്ക് ഇൻ ദിസ് എ പ്ലാറ്റ്ഫോം, യു കൻ ഷെയർ ഇറ്റ് അവർ കോർഡിനേറ്റേഴ്സ്, ദേ വിൽ കണക്ട് വിത്ത് us. ഓക്കെ, അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസും റിവ്യൂസും ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 15 മിനിറ്റ് ചോദ്യം അതല്ലേ നല്ലത് 1 hour ഒറ്റ സ്ട്രെസ്സിൽ ഇരിക്കുന്നതിനേക്കായി? കവിതയും കഥയും നാടകവും ഒക്കെയാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. എന്നാൽ നമ്മളൊക്കെ തമ്മിൽ ഇച്ചിരി മെനക്കെട്ടിരുന്ന് പഠിക്കേണ്ടി വരുന്ന ഒരു ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയപ്പെടുത്തുന്നതാണ്. നേട്ടാ യൂണിറ്റ് ഒക്കെ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പഠിച്ചിട്ട് പോകുന്നത്. സിനിമയൊക്കെ കണ്ടിട്ട് പോകുന്ന പോലെ അവരങ്ങ് പോവാ കണ്ടിട്ട്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഭയങ്ങളൊന്നും വേണ്ട. ക്രിറ്റിസിസം ഒക്കെ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് കട്ടക്ക് പിടിച്ചാൽ മതി. പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ എളുപ്പം എന്ന് വിചാരിച്ചാൽ മാർക്ക് പോകുന്ന ഒരു ഏരിയ ആണ് ഈ യൂണിറ്റ് 5. ഇപ്പോഴേ നോട്ട് ചെയ്ത് വെച്ചോണം, ഇച്ചിരി വില്ലനാ. ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഓക്കെ, സിഗ്നിഫൈഡ്, പരോൾ, ക്രിയോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആകെ അങ്ങ് ബുദ്ധിമുട്ടിലാക്കും. എന്നാൽ കൃത്യമായിട്ട് അപ്പൊ അവിടെ ചെയ്യേണ്ടത് നോട്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഒക്കെ അറിയാമെങ്കിൽ ഈസി ആയിരിക്കും. പിന്നെ കോഡൊക്കെ ഉപയോഗിച്ച് പഠിക്കാം. അങ്ങനെയുള്ള വലിയൊരു സ്ട്രെയിൻ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ, ഓക്കെ ആണോ? ശരി. ഓക്കെ ആണ്. ഓക്കെ, ശരി. ഒരു ചോദ്യം കൂടെ എടുക്കാം. 12. ഹൗ ഡസ് ഷെല്ലി യൂസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ? അതായത് മനുഷ്യരുടെ ചില സ്വഭാവ ഗുണങ്ങൾ നമ്മൾ നോൺ ലിവിങ് തിങ്സിന് കൊടുക്കുന്നു. ഇപ്പം ഫ്ലവർ ഈസ് ഡാൻസിങ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയാ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഷെല്ലി വെസ്റ്റ്വിൻഡിനെ ഒരു ഡിസ്ട്രോയർ ആയിട്ടും പെർസീവർ ആയിട്ടും, അതായത് നശിപ്പിക്കുന്ന ഒരാളായിട്ടും സംരക്ഷിക്കുന്ന ഒരാളായിട്ടും ആണ് പറയുന്നത്. സോ എന്ത് പേഴ്സോണിഫിക്കേഷൻ ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന്? എന്തോ ഒരു കമന്റ് വന്നല്ലോ. നെക്സ്റ്റ് സ്ലൈഡ്, അതേ എടുത്തു. നെക്സ്റ്റ് സ്ലൈഡ് എടുത്തു. ഡി ഉത്തരത്തിൽ വരുന്നുണ്ട്. മറ്റേ സ്ലൈഡ് ഒന്നുകൂടെ എടുക്കണോ? നെറ്റ് പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മുടെ കയ്യിലാ സ്ലൈഡും കമ്പ്യൂട്ടറും അല്ല. നമുക്ക് അങ്ങോട്ട് നീക്കാം ഇങ്ങോട്ട് നീക്കാം, ഒരു പ്രശ്നവും ഇല്ല. ബട്ട് വാട്ട് യു ഫീൽ നൗ? സ്ലൈഡ് ഒന്നുകൂടെ എടുക്കണോ? വേണം. ഓക്കെ, ആ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കാം. റൈറ്റ് ആൻസർ വരുന്നത് ഡി ആണ്, ഓപ്ഷൻ ഡി. Okay, personification creates a nuanced portrayal of the West world. വെസ്റ്റ് സ്ട്രോങ് വിൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. റൈറ്ററിന്റെ കമ്പാനിയൻ ആയിട്ടും കൂടെയാണ് ഷെല്ലി കാണുന്നത്. ബോത്ത് ഡിസ്ട്രക്റ്റീവ് ആൻഡ് പ്രിസർവേറ്റീവ് നേച്ചർ ഓഫ് ഫോഴ്സ് ഓഫ് നേച്ചർ. അല്ലെ, നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലെ പ്രകൃതി എന്ന് പറയുമ്പോൾ നാശം വിതയ്ക്കാനും അതുപോലെ തന്നെ നമ്മളെ സംരക്ഷിക്കാനും ഒക്കെ പ്രകൃതിക്ക് സാധിക്കാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ 12 ചോദ്യങ്ങൾ. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ?
ഇനി നമ്മൾ മീറ്റ് ചെയ്യുന്ന തേഴ്സ്ഡേയിലായിരിക്കും. ഫൈൻ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. So we'll see in the next class. Thank you so much. Such an amazing batch. Good night, all of you.